സംഘർഷത്തിന് പോകുമ്പോൾ ഇതുപോലെ ഉണ്ടാകുമെന്ന കാര്യം ആദ്യം മനസ്സിലാക്കണം. അതിനെ നേരിടാൻ തന്റേടം വേണം. UDF സർക്കാർ ഭരിക്കുമ്പോൾ P. കരുണാകരൻ, AP അബ്ദുള്ളക്കുട്ടി അടക്കമുള്ള MP-മാർക്ക് മർദ്ദനമേറ്റിട്ടുണ്ടെന്നും MP ഗോവിന്ദൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഒന്നും കാണിക്കാനില്ലാതിരിക്കുമ്പോൾ പലതും കാണിച്ചുകൊണ്ടിരിക്കും പറയുന്നുണ്ടല്ലോ വലിയ രീതിയിൽ ആക്രമണം നടന്നു. ഞങ്ങളെല്ലാം പട്ടിയെ തല്ലുന്നത് പോലെ ആ SP ഓഫീസിന്റെ മുമ്പിലിട്ട് തല്ലിയല്ലോ, കയ്യും കാലും ഓടിച്ചല്ലോ. അന്ന് LDF എന്നല്ല UDF ഗവൺമെന്റ് ആയിരുന്നല്ലോ. മൊത്തം കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് എത്രയെത്ര ആളുകൾ, എത്രയെത്ര ഓത്തകരെ, എത്രയെത്ര സഖാക്കളെ, എത്രയെത്ര ഉന്നതരായ നേതാക്കളെ കടന്നാക്രമണത്തിന് വിധേയപ്പെടുത്തിയിട്ടുണ്ട് ഈ കേരളത്തിൽ. ഇപ്പോൾ ആദ്യം സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പോലെ സംഘർഷത്തിൽ പോകുമ്പോൾ മനസ്സിലാക്കണം ഇതെല്ലാം ഉണ്ടാവുന്നു. സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ഒരു കേന്ദ്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാവും. അതിനെ നേരിടാനുള്ള തൻ്റെ ഇടവും ആവശ്യമുള്ള ഒരു ഊർജവും വേണം. ഇതയ്യോ എന്നെ അങ്ങനെയാക്കി ഇനിയാക്കി നിങ്ങൾ നടക്കുക. അജിത് ബാബു കൂടുതൽ വിവരങ്ങൾ വായിച്ചിരുന്നു. അജിത്ത്, ഇതിൽ MP ഗോവിന്ദൻ പറഞ്ഞാൽ ഒരു കാര്യം ശരിയാണ്. ഇപ്പോൾ ആദ്യത്തെ സംഭവമല്ല, ഒരു ജനപ്രതിനിധിക്ക് അടികിട്ടുന്ന അല്ലെങ്കിൽ സംഘർഷത്തിൽ പരിക്കേൽക്കുന്ന ആദ്യത്തെ ആളല്ല ഷാഫി പറമ്പിൽ എന്നുള്ളത് ഏറ്റവും ഒടുവിലായി നമ്മുടെയൊക്കെ ഇപ്പോഴും കണ്ണിലുണ്ട്. കല്യാശ്ശേരി MLA M. വിജിനൊക്കെ അടികിട്ടി ചോരയൊലിപ്പിച്ച് ചോരയിൽ കുളിച്ച് നിൽക്കുന്ന ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ കണ്ണിലുണ്ട്. പക്ഷേ ഈ വിഷയത്തെ വേറൊരു തലത്തിൽ വൈകാരികമായി എടുത്തിരിക്കുകയാണ് കോൺഗ്രസ്. ഇപ്പോൾ MP ഗോവിന്ദന്റെ വാക്കുകൾ എങ്ങനെയാണ് അജിത്ത്? ലക്ഷ്മി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിഷയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഈ വിഷയത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനോടകം തന്നെ വ്യക്തമായിരുന്നു. മറ്റു നേതാക്കളുടെ എല്ലാം പ്രതികരണങ്ങൾ ആ നിലയ്ക്ക് തന്നെയായിരുന്നു. അതിന് പിന്നാലെയാണ് അതേ നിലയിൽ തന്നെയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കൂടി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഷാഫി പറമ്പിൽ MP-ക്ക് മർദ്ദനമേറ്റ സംഭവം അത് സംഘർഷത്തിന് പോകുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാകണം. അത് നേരിടാനുള്ള തന്റെ ഇടം വേണം. ആദ്യമായി ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന നിലയെ പോലെയാണ് ഇതെല്ലാം അവതരിപ്പിക്കുന്നത്. UDF സർക്കാർ ഭരിക്കുമ്പോൾ P. കരുണാകരൻ, അതുപോലെ തന്നെ AP അബ്ദുള്ളക്കുട്ടി അടക്കമുള്ള MP-മാർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. പട്ടിയെ തല്ലുന്നത് പോലെയാണെന്ന് പോലീസ് ഇടതുപക്ഷ പ്രവർത്തകരെ തല്ലിയത്. അതൊന്നും മറന്നുപോയിട്ടില്ലല്ലോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടിയാണ് അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ, പട്ടാമ്പിയിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞത്. ഏതാണെങ്കിലും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും ഇത്തരത്തിൽ ഈ കാര്യം കൂടുതൽ ഏതാണ്ട് ആദ്യം സംഭവിക്കുന്ന കാര്യം പോലെ പ്രചരിപ്പിക്കുന്നു എന്നുള്ള നിലയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM-ന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഹാൻഡിലുകളിൽ നിന്നും അതുപോലെ തന്നെ നേതാക്കളിൽ നിന്നും എല്ലാം ഉണ്ടാകുന്ന പ്രതികരണം ആ നിലയ്ക്ക് തന്നെയാണ്. അതേ തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഓക്കെ, ശരി. അജിത് ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.